പ്രണയശലഭങ്ങൾ 6 വർഷങ്ങൾക്ക് ശേഷം. സമയം 9 മണി. ഒരു വ്യാഴാഴ്ച ദിവസം. ഹോസ്പിറ്റൽ വരാന്തയിലൂടെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഗോകുൽ നടന്നു വരികയായിരുന്നു. ഒപ്പം മീരയുമുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിന് മുൻപിൽ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന തൻ്റെ അച്ഛനെ കണ്ടതും അല്ലുമോള് ഗോകുലിൻ്റെ ഒക്കത്ത് നിന്നും കുതിച്ച് താഴേക്ക് ഇറങ്ങി. അച്ഛാ എന്നുറക്കി നീട്ടി വിളിച്ചുകൊണ്ടവൾ ആദിത്യനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. അല്ലുവിനെ കണ്ടതോടെ ആദിക്ക് പകുതി ആശ്വാസം ലഭിച്ചതുപോലെയായിരുന്നെങ്കിലും അവൻ്റെ ഉള്ളിലെ സംഘർഷങ്ങൾ അപ്പോഴും കൂടിക്കൊണ്ടേയിരുന്നു. കാഴ്ചയിൽ ഗൗരിയുടെ തനി പകർപ്പാണ് അല്ലുവിന്. അലങ്കൃത എന്നാണ് അവളുടെ മുഴുവൻ പേര്. മേഡം പിറന്നാൽ 3 വയസ്സ് പൂർത്തിയാവുന്നതേയുള്ളൂ അവൾക്ക്. ഗൗരിയെയും തൻ്റെ പ്രണയത്തെയും തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ 2 വീട്ടുകാരുടെയും സമ്മതപ്രകാരം അവർ 1.5 വർഷത്തോളം പ്രണയിച്ചു നടന്നു. അതിനുശേഷമായിരുന്നു വിവാഹം. പ്രണയാർദ്ധ നിമിഷങ്ങളിലെല്ലാം ഗൗരിയെ താൻ കൂടുതൽ അറിയാൻ ശ്രമിക്കുകയായിരുന്നു. സംസാരം നഷ്ടപ്പെട്ടിരുന്ന അവൾ പലപ്പോഴും തന്നിൽ നിന്ന് അകലം പാലിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ താൻ അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചിട്ടേയുള്ളൂ. ആ സ്നേഹത്തിൻ്റെയും ഞങ്ങളുടെ പ്രണയത്തിൻ്റെയും രൂപമാണ് തൻ്റെ മടിയിലിരിക്കുന്ന തൻ്റെ പൊന്നോമന മകൾ അല്ലു എന്ന അലങ്കൃത. തൻ്റെ സ്നേഹത്തിന് പകരം നൽകാനായി ഒരു വാക്കുപോലും തനിക്ക് പറയാൻ സാധിക്കുന്നില്ല എന്ന മനോവേദന ഗൗരിയെ എന്നും അലട്ടിക്കൊണ്ടിരുന്നു. തൻ്റെ സാന്നിധ്യത്തിൽ പോലും അവൾ മറ്റെവിടേക്കോ സഞ്ചരിക്കുന്നത് പോലെ തനിക്ക് എപ്പോഴും അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം കുറച്ച് ആശ്വാസം ലഭിച്ചത് അല്ലുമോളുടെ ജനനശേഷമായിരുന്നു. അപ്പോഴും അവൾക്കുണ്ടായിരുന്ന പേടി മറ്റൊന്നായിരുന്നു. ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് തന്നെപ്പോലെ സംസാരശേഷി ഇല്ലാതായിരിക്കുമോ എന്ന ഉൾഭയം അവളെ വീണ്ടും നിരാശയിലാഴ്ത്തി. ലേബർ റൂമിൽ നിന്നും അവളുടെ കുഞ്ഞിക്കരച്ചിൽ ആദ്യമായി കേൾക്കാൻ കഴിഞ്ഞതോടെയാണ് ഗൗരിയുടെ ആ സംശയങ്ങൾക്കും വിരാമമിട്ടത്. അല്ലു ഞങ്ങൾക്കിടയിലേക്ക് കടന്നു വന്നപ്പോൾ ഞങ്ങളുടെ ബന്ധം ഒന്നുകൂടി മനോഹരമായി തീർന്നെങ്കിലും പിന്നീടുള്ള അവളുടെ സങ്കടം കുഞ്ഞിനോട് ഒന്നും സംസാരിക്കാനാവുന്നില്ലല്ലോ എന്നായിരുന്നു. അവളുടെ കളിച്ചിരികൾക്കൊപ്പം അവളെ കൊഞ്ചിക്കാനും അവളുടെ തേങ്ങലുകൾക്ക് താരാട്ട് പാടാനും സാധിക്കാതെ വന്നപ്പോൾ ആ മനസ്സ് ഒരുപാട് വിങ്ങൽ അനുഭവിക്കുന്നത് താൻ പലപ്പോഴും അറിയുകയായിരുന്നു. ശബ്ദം നഷ്ടപ്പെട്ടു പോയ നിസ്സഹായതയിൽ വേദനിക്കുന്ന ഒരു അമ്മയുടെ ഹൃദയം താനും തിരിച്ചറിയുകയായിരുന്നു അപ്പോൾ. ഗൗരിയെ തനിക്ക് നന്നായി മനസ്സിലാക്കാൻ സാധിച്ചതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവളിലെ ഓരോ വേദനയും തനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നത്. അവൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും താൻ എന്നും തയ്യാറായിരുന്നു. ആ അന്വേഷണമാണ് തന്നെ ഇന്ന് ഇവിടെ എത്തിച്ചിരിക്കുന്നതെന്ന് ഒരു നെടുവീർപ്പോടുകൂടി അവൻ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും അല്ലുമോളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന അവൻ്റെ സമീപത്തേക്ക് ഗോകുലും മീരയും വന്ന് എത്തിക്കഴിഞ്ഞിരുന്നു. അവരെ കണ്ട നിമിഷത്തിൽ അല്ലുമോളെയും എടുത്ത് ആദി ചാരുപടിയിൽ നിന്നും എഴുന്നേറ്റ് നിന്നു. എന്തിനാ ഏട്ടാ മോളെ ഇപ്പോൾ ഇവിടേക്ക് കൊണ്ടുവന്നത്? നീ പേടിക്കേണ്ട ആദി, ഞങ്ങൾ തിരികെ പോകുമ്പോൾ അവളെയും കൂട്ടിക്കൊണ്ട് പൊക്കോളാം. അതുവരെയെങ്കിലും അവൾ നിന്നെ ഒന്ന് കണ്ടോട്ടടാ. ഗൗരിയെ അഡ്മിറ്റ് ആക്കിയ ശേഷം തൊട്ട് അവളെ പിരിഞ്ഞിരിക്കുന്നതല്ലേ മോള്. എത്രയെന്ന് വെച്ചാൽ ആ കുഞ്ഞു മനസ്സിനോട് കള്ളം പറയാ? അമ്മയെ ഒരു നോക്ക് കാണാൻ ആ കുഞ്ഞു മനസ്സും പിടയ്ക്കുന്നുണ്ടാവില്ലേ? അതും ശരിയാ. ജനിച്ചിട്ട് ഇന്നുവരെ അല്ലുമോള് ഗൗരിയെ പിരിഞ്ഞിരുന്നിട്ടില്ല. ഗൗരിക്കും അത് അങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ ഈ അകൽച്ച ഇനി അല്പസമയത്തേക്കും കൂടിയല്ലേ വേണ്ടുള്ളൂ ഏട്ടാ. അതെ, നീ ധൈര്യമായിരിക്കും ആദി. ഈ സർജറിയിലൂടെ നമ്മുടെ ഗൗരിക്ക് പഴയതുപോലെ ആ ശബ്ദം വീണ്ടും തിരിച്ചു കിട്ടിയിരിക്കും. നമ്മൾ നടത്തിയ പ്രാർത്ഥനയും വഴിപാടൊന്നും ദൈവത്തിനൊരിക്കലും കണ്ടില്ലെന്ന് നടിക്കാനാവില്ലല്ലോ. ഡോക്ടർ ആദർശ് മേനോൻ പേര് കേട്ട സർജനാണ്. അദ്ദേഹം നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ടല്ലോ ആദി. നീ സമാധാനമായിരിക്കേ, എല്ലാം ശരിയാവും. ഗോകുൽ അവൻ്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. ആദിത്യൻ്റെ ഷർട്ടിലെ ബട്ടണിൽ പിടിച്ച് തിരിച്ചു കളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന അല്ലുവിനെ എടുക്കാനായി മീര അപ്പോൾ തുനിഞ്ഞു. അല്ലൂസേ, അവിടെ നിറയെ പൂമ്പാറ്റകളും കിളികളൊക്കെ പാറി കളിക്കുന്നുണ്ട്. ആൻറ്റിയുടെ മുത്ത് വന്നേ, ആൻറ്റി അതൊക്കെ കാട്ടിത്തരാം. വേണ്ട, അല്ലുവിന് എവിടേച്ചും പോണ്ട. നല്ല മോളല്ലേ, ആൻറ്റിയുടെ ചക്കര വാവല്ലേ. അല്ലുവിനെ നോക്കി മീര കൈനീട്ടി വിളിച്ചപ്പോൾ ആ കുഞ്ഞിക്കൈകൾ ആദിയുടെ കഴുത്തിൽ ഒന്നുകൂടി ചുറ്റിപ്പിടിച്ച് കിടന്നു. ആദിത്യൻ്റെയും ഗൗരിയുടെയും വിവാഹത്തോടെ നന്ദനും ഫാമിലിയും വീണ്ടും പുല്ലൂരിലെ വീട്ടിലേക്ക് തന്നെ താമസം മാറ്റിയിരുന്നു. കൃഷി ഓഫീസിൽ വീണ്ടും ജോയിൻ ചെയ്ത ശേഷം സ്വസ്ഥ ഗൃഹഭരണം നടത്തിയിരുന്നെങ്കിലും ഗൗരിയെക്കുറിച്ചുള്ള വേദന മാത്രം ബാക്കിയായി അപ്പോഴും അയാളുടെ മനസ്സിൽ കിടക്കുകയായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്നും അല്ലുവിനെയും കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് ഗോകുലും മീരയും വന്നു കയറുമ്പോഴാണ് അച്ഛനെയും അമ്മയെയും കണ്ട സന്തോഷത്തിൽ അപ്പു അവിടേക്ക് ഓടിയെടുത്തത്. വിരല് വായിലിട്ട് അമ്മയുടെ തോളിൽ പറ്റിച്ചേർന്ന് കിടന്നുറങ്ങുന്ന അല്ലുവിനെ കണ്ടതിൻ്റെ സന്തോഷമായിരുന്നു ആ കുഞ്ഞു മുഖത്തപ്പോൾ വെട്ടിത്തിളങ്ങിയത്. അല്ലുവിനേക്കാൾ 3 വയസ്സ് മൂത്തതാണ് അപ്പു എന്ന് ചെല്ലപ്പേരിട്ട് വിളിക്കുന്ന അഥർവ് ഗോകുൽ. അല്ലുവിനെ അവന് അത്രയേറെ ഇഷ്ടമായിരുന്നു.
മീരയുടെ തോളിൽ പറ്റിപ്പിടിച്ചുറങ്ങുന്ന അല്ലുവിനെ ഉണർത്താനാണ് അവൻ ഓടിയെത്തുന്നതെന്ന് കരുതി ഗോകുൽ അവനെ പെട്ടെന്ന് തടഞ്ഞു നിർത്തിക്കൊണ്ട് ശബ്ദമുണ്ടാക്കരുതെന്ന് ആംഗ്യ ഭാവത്തിൽ കാണിച്ചു. എന്നാൽ അപ്പുവിന് അറിയാമായിരുന്നു അവൾ നല്ല ഉറക്കത്തിലാണെന്ന കാര്യം. അതുകൊണ്ട് തന്നെ അവൻ ശബ്ദമുണ്ടാക്കാതെ തോളിൽ കിടന്നുറങ്ങുന്ന അല്ലു കുഞ്ഞിനെ കൗതുകത്തോടെ നോക്കി നിന്നു. അപ്പോഴേക്കും ശ്രീദേവി അകത്തുനിന്നും ഇറങ്ങി വന്നിരുന്നു. മീരയുടെ തോളിൽ കിടന്നുറങ്ങുന്ന അല്ലുവിനെ കണ്ടതും അവളെ എടുക്കാനായി ദേവി അവരുടെ അടുത്തേക്ക് ചെന്നു. വേണ്ടമ്മേ, ഞാൻ തന്നെ അല്ലുവിനെ കൊണ്ടുപോയി കിടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് മീര അകത്തേക്ക് നടന്നുപോയി. അവൾ നടന്നു പോകുന്നത് നോക്കിയ ശേഷം ദേവി ഗോകുലിന്റെ നേർക്ക് വീണ്ടും തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിച്ചു, ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ എന്തായി മോനെ? വിവരങ്ങളൊന്നും അറിയാഞ്ഞിട്ട് ഈ അമ്മയ്ക്ക് ഇവിടെ ഇരിപ്പുറയ്ക്കുന്നില്ല. ഞാനും കൂടി ഹോസ്പിറ്റലിലേക്ക് വന്നു നിൽക്കാം എന്ന് പറഞ്ഞിട്ടും ആദ്യമൊന്നും സമ്മതിക്കില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യാ? ഏയ്, അതൊന്നും ഓർത്ത് അമ്മ ടെൻഷൻ അടിക്കേണ്ട. എനിക്കും കൂടി പരിചയമുള്ള ഹോസ്പിറ്റലല്ലേ അത്. അവിടെ എന്ത് സഹായത്തിനും സിസ്റ്റർമാർ അവരെ കൂടെ നിന്നോളും. പിന്നെ അവിടെ നിൽക്കാൻ ഞാനും ആദിയുടെ ഫ്രണ്ട് മോട്ടൊക്കെ ഉണ്ടല്ലോ അമ്മേ. അതുകൂടാതെ ആദിയുടെ ഡാഡി നാട്ടിലില്ലെങ്കിൽ കൂടി ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അന്വേഷിക്കുകയും വേണ്ടതെല്ലാം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിനാ അമ്മ ടെൻഷൻ അടിക്കുന്നത്? എന്നാലും ഗോപു, ഒരെന്നാലും ഇല്ല. എനിക്ക് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് തന്നെ തിരിച്ചു പോകണം. അല്ലു വാശി പിടിച്ച് കരയാന്ന് മീര വിളിച്ചു പറഞ്ഞത് കേട്ടപ്പോൾ ഓടി വന്നതാ ഞാൻ ഇവിടേക്ക്. അല്ല, അച്ഛനും മുത്തശ്ശിയൊക്കെ എവിടെ? അച്ഛൻ കാലത്തെ ക്ഷേത്രത്തിലേക്ക് പോയതാ. ഗൗരിയുടെ പേര് പ്രത്യേക പൂജകളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു പോയതാ ഇവിടുന്ന്. ഇതുവരെ എത്തിയിട്ടില്ല. മുത്തശ്ശി അണിച്ച ജലപാനം പോലുമില്ലാതെ രാവിലെ പൂജാമുറിയിൽ കയറിയിരിക്കാൻ തുടങ്ങിയതാ. എത്ര വിളിച്ചിട്ടും വരാൻ കൂട്ടാക്കാതെ അവിടെ തന്നെ ഇരിക്കുക. ഞാൻ എന്താ ഗോപു ചെയ്യുക? നീ തന്നെ ഒരു പരിഹാരം പറ. പ്രായമായ ആളാണെന്ന് വല്ല തോന്നലുണ്ടെങ്കിൽ ഇങ്ങനെ വാശി കാട്ടിയിരിക്കുവോ? മുത്തശ്ശിയുടെ കാര്യം എനിക്ക് വിട്ടേക്ക്. ആ കാര്യം ഞാൻ ഏറ്റു. അതും പറഞ്ഞ് അവിടെ നിന്നും ഗോപു നേരെ പോയത് പൂജാമുറിയിലേക്കായിരുന്നു. വിളക്ക് വെച്ച് പ്രാർത്ഥനയോടെ അവിടെ ഇരിക്കുന്ന മുത്തശ്ശിയെ കണ്ടതും അവൻ പതിഞ്ഞ സ്വരത്തോടെ വിളിച്ചു, മുത്തശ്ശി. കണ്ണടച്ചിരിക്കുന്നതിനിടെ ഗോപുവിന്റെ ശബ്ദം കേട്ടതും മുത്തശ്ശി പെട്ടെന്ന് കണ്ണു തുറന്ന് അവിടെ നിന്നും പതിയെ എഴുന്നേൽക്കാനായി ശ്രമിച്ചു. അത് കണ്ടയുടൻ ഗോകുല് മുത്തശ്ശിയെ പിടിച്ച് അവിടെ നിന്നും എഴുന്നേൽക്കാൻ സഹായിച്ചു. പൂജാമുറിയിൽ നിന്നും ഇറങ്ങി വന്നയുടൻ മുത്തശ്ശി ആദ്യം തിരക്കിയത് ഗൗരിയെക്കുറിച്ചായിരുന്നു. ഗോപു, നമ്മുടെ ഗൗരിമോൾക്ക് ശബ്ദം തിരിച്ചു കിട്ടിയോ? വാർദ്ധക്യം മങ്ങലേൽപ്പിച്ച കണ്ണുകളിലെ ഉത്കണ്ഠ ഗോപു തിരിച്ചറിയുകയായിരുന്നു അന്നേരം. പിന്നല്ലാതെ, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ഗൗരി പഴയതുപോലെ വീണ്ടും സംസാരിച്ചു തുടങ്ങും. അതിനു വേണ്ടിയല്ലേ മുത്തശ്ശിയും പ്രാർത്ഥിക്കുന്നത്? അതെ, എൻ്റെ ഭഗവാൻ എൻ്റെ കുട്ടിക്ക് ശബ്ദം തിരിച്ചു കൊടുത്താൽ മതിയായിരുന്നു. അതൊക്കെ കിട്ടും. പക്ഷേ ഇതിൻ്റെ പേരിൽ മുത്തശ്ശിയൊന്നും കഴിക്കാണ്ടിരുന്നാൽ എങ്ങനെയാ ശരിയാവുക? കൊച്ചു കുട്ടികളെപ്പോലെ വാശി പിടിക്കാണ്ട് എന്തേലും കഴിച്ചിട്ട് ഭഗവാനോട് സങ്കടം പറഞ്ഞാൽ മതി. സംസാരത്തിനിടയിൽ മുത്തശ്ശിയുടെ കൈ പിടിച്ചുകൊണ്ട് അവൻ പതിയെ വരാന്തയിലൂടെ നടത്തിച്ച് ഡൈനിങ് ടേബിളിനടുത്തേക്ക് എത്തിച്ചു. അതിനുശേഷം ടേബിളിന് മുകളിൽ കമഴ്ത്തി വെച്ചിരുന്ന ഒരു പ്ലേറ്റ് അവൻ എടുത്ത് അവിടെ അടച്ചു വെച്ചിരുന്ന പാത്രത്തിൽ നിന്നും 3 ഇഡ്ഡലി എടുത്ത് ആ പ്ലേറ്റിലേക്ക് അവൻ ഇട്ടു. അതിനു മുകളിലേക്ക് ഇത്തിരി സാമ്പാറും ഒഴിച്ച് മുത്തശ്ശിയുടെ മുൻപിലേക്ക് അവൻ സ്നേഹത്തോടെ അത് നീട്ടിക്കൊടുത്തു. ദാ, ഇത് കഴിക്കും മുത്തശ്ശി. എന്നാലേ ഭഗവാനോട് സങ്കടം പറഞ്ഞ് കരയാനും മുത്തശ്ശിക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ കേട്ടോ. നിക്കൊന്നും വേണ്ടടാ ഗോപുവേ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇതൊക്കെ മുത്തശ്ശി കഴിച്ചേ പറ്റൂ. ഗോപുവിന്റെ നിർബന്ധത്തിന് വഴങ്ങി മുത്തശ്ശി പതുക്കെ അവിടെ ഇരുന്ന് കഴിക്കാൻ ആരംഭിച്ചത് കണ്ട് മാറി നിന്ന് എല്ലാം വീക്ഷിച്ചു കൊണ്ടിരുന്ന ശ്രീദേവി അല്പം ആശ്വാസത്തോടെ ഒരു നെടുവീർപ്പിട്ടു. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഓപ്പറേഷൻ തിയേറ്ററിന് മുൻപിൽ ഇരിപ്പുറയ്ക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആദിത്യനെ കണ്ടപ്പോൾ മോട്ടുവിനും സമാധാനം ഉണ്ടായിരുന്നില്ല. എടാ ആദി, നീ ആദ്യം സമാധാനത്തോടെ ഒരു ഭാഗത്തിരിക്കാൻ നോക്കടാ. ഡോക്ടർ പറഞ്ഞ സമയം കണക്കാക്കിയ ഇപ്പോൾ ഏകദേശം സർജറി കഴിഞ്ഞിരിക്കാനാണ് സാധ്യത. മോട്ടു അത് പറഞ്ഞു തീർത്തപ്പോൾ ആദിത്യൻ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. സമാധാനമായിട്ടിരിക്കാൻ മോട്ടുവും അവനോട് അന്നേരം ആവശ്യപ്പെടുകയായിരുന്നു. നിമിഷങ്ങൾക്കകം ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഡോറ് തുറന്നുകൊണ്ട് മാസ്ക് അണിഞ്ഞൊരാൾ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ അത് ഡോക്ടർ ആദർശ് മേനോനാണെന്ന് ആദിത്യന് തിരിച്ചറിയാൻ സാധിച്ചിരുന്നു. സാമാന്യ ഉയരത്തിൽ വെളുത്തു നീണ്ട ശരീരമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. മാസ്ക് കൊണ്ട് അധരങ്ങൾ മൂടി പെട്ടിരുന്നെങ്കിലും ആ ചുണ്ടിലെ പുഞ്ചിരി അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്നും കാണാൻ ആദിത്യന് സാധിക്കുന്നുണ്ടായിരുന്നു. ഡോക്ടറെ കണ്ട നിമിഷം ഗൗരിയെക്കുറിച്ച് അറിയാനുള്ള അവൻ്റെ ജിജ്ഞാസ ഒന്നുകൂടി ഇരട്ടിച്ചു. അദ്ദേഹത്തിനടുത്തേക്ക് അവൻ പാഞ്ഞു ചെന്നു. അവൻ്റെ മുഖത്ത് അന്നേരം പ്രതിഫലിച്ച ഉത്കണ്ഠ തിരിച്ചറിയാൻ ഡോക്ടർക്കും കഴിയുമായിരുന്നു. എൻ്റെ ഗൗരിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് ഡോക്ടർ? നൗ ഷീ ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയുടെ ഫലമാണ് ഗൗരിക്ക് വേണ്ടി ഞാൻ നടത്തിയ സർജറിയുടെ റിസൾട്ട് എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് മിസ്റ്റർ ആദിത്യൻ. ഡോക്ടർ പറഞ്ഞതിൻ്റെ പൊരുൾ തിരിച്ചറിയാനാവാതെ സംശയത്തോടെ വീണ്ടും അവൻ ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി.
ആശയക്കുഴപ്പത്തോടെ നിൽക്കുന്ന ആദിത്യന്റെ തോളിൽ തട്ടിക്കൊണ്ട് ഡോക്ടർ നിറഞ്ഞ പുഞ്ചിരിയോടെ അവനോട് പറഞ്ഞു, എടോ, തൻ്റെ ഗൗരിക്ക് ശബ്ദം തിരിച്ചു കെട്ടിയെന്നാടോ ഞാൻ പറഞ്ഞതിനർത്ഥം. ആ വാർത്ത കേട്ട ഉടനെ അവൻ്റെ മുഖം പുഞ്ചിരി കൊണ്ട് വിടർന്നു വന്നു. അത്രയും നേരം മനസ്സിനകത്ത് മൂടിക്കെട്ടിയിരുന്ന കാർമേഘങ്ങളെല്ലാം പെയ്തൊഴിഞ്ഞു പോകുന്നത് പോലെ അവന് തോന്നുകയായിരുന്നു. ഡോക്ടർ പറഞ്ഞ സന്തോഷവാർത്ത കേട്ടപ്പോൾ മോട്ടുവിൻ്റെ മനസ്സിനും ഒത്തിരി ആശ്വാസമായി. റബ്ബേ, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടല്ലോ എന്നവൻ മനസ്സിൽ നന്ദിയോടെ സ്മരിച്ചു. എനിക്ക് ഗൗരിയെ ഒന്ന് കാണാൻ പറ്റുമോ ഡോക്ടർ? തീർച്ചയായും. ഇപ്പോൾ സെഡേഷൻ്റെ മയക്കത്തിലാണ്. കുറച്ചു നേരത്തിന് ശേഷം താങ്കൾക്ക് തീർച്ചയായും ഗൗരിയെ കാണാൻ സാധിക്കും. ബട്ട് സർജറി കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന ഓർമ്മ വേണം. ഗൗരിയുടെ ശബ്ദത്തിന് കൂടുതൽ സ്ട്രെയിൻ ചെയ്യിപ്പിക്കരുത്, കേട്ടല്ലോ? ഓക്കെ ഡോക്ടർ. താങ്ക് യു സോ മച്ച്. നന്ദി എന്നോടല്ല, സാക്ഷാത് ജഗദീശ്വരനോട് പറയൂ മിസ്റ്റർ ആദിത്യൻ. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമില്ലെങ്കിൽ ഒരിക്കലും ഗൗരിക്ക് ശബ്ദം തിരിച്ചു കിട്ടില്ലായിരുന്നു. ചിലപ്പോഴൊക്കെ ദൈവത്തിൻ്റെ മിറാക്കിൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറില്ലേ? അതിലൊരു അത്ഭുതം തന്നെയാണ് ഇപ്പോൾ ഗൗരിക്ക് തിരിച്ചു കിട്ടിയ ഈ ശബ്ദവും. അതുകൊണ്ട് നന്ദി എപ്പോഴും ഈശ്വരനോടാകട്ടെ. ഓക്കെ? ഡോക്ടറുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ ആത്മവിശ്വാസത്തോടെ തലയാട്ടി. കുറച്ച് സമയങ്ങൾക്ക് ശേഷം റൂമിൻ്റെ ഡോറ് തുറന്നവൻ അകത്തേക്ക് കയറി ചെന്നു. സർജറി കഴിഞ്ഞവരെ കിടത്തുന്ന ശീതീകരിച്ച മുറിയുടെ തണുപ്പ് അവൻ്റെ ഉള്ളംകാലിലൂടെ മേൽപോട്ട് കയറി തുടങ്ങി. കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോഴാണ് ബെഡിൽ കണ്ണടച്ച് മലർന്നു കിടക്കുന്ന തൻ്റെ പെണ്ണിനെ അവന് കാണാൻ സാധിച്ചത്. ആ കാഴ്ച അവൻ്റെ ഹൃദയമിടിപ്പിൻ്റെ താളം ഒന്നുകൂടി ദ്രുതഗതിയിലാക്കിയതുപോലെ അവൻ അനുഭവപ്പെട്ടു. അവളുടെ ശബ്ദം തൻ്റെ കാതുകളിൽ കേൾക്കാനുള്ള കൊതിയോടെ അവൻ അവളുടെ അരികിലേക്ക് നടന്നു ചെന്നു. തൻ്റെ സാന്നിധ്യമറിയാതെ അപ്പോഴും മയങ്ങിക്കിടക്കുന്ന അവളുടെ നെറ്റിയിൽ അവനൊരു സ്നേഹചുംബനം നൽകി അവളെ പതിയെ ഉണർത്താൻ ശ്രമിച്ചു. ആ സ്നേഹചുംബനം ഏറ്റുവാങ്ങിയ നിമിഷം ഗൗരി പതിയെ കണ്ണുകൾ തുറക്കാൻ ശ്രമിക്കുകയായിരുന്നു. രണ്ടുപേരുടെയും കണ്ണുകൾ അല്പനേരത്തേക്ക് നിശബ്ദതയെ സ്വാഗതം ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആദിയേട്ട എന്ന അവളുടെ വിളി അവൻ്റെ ശ്രവണത്തിൽ വന്നു പതിച്ചത്. 6 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം സംഭവിച്ച അത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ച മനസ്സുമായി അവളുടെ അധരത്തിനടുത്തേക്ക് അവൻ്റെ ശ്രവണങ്ങൾ ഒന്നുകൂടി നീട്ടിപ്പിടിച്ചു. നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ ആദിയേട്ടനോട്. ഇങ്ങനെ ഒരു നിമിഷം എനിക്ക് വേണ്ടി സമ്മാനിച്ചതിൽ എത്ര നന്ദി പറഞ്ഞാലും മതിവരില്ല ആദിയേട്ടാ. സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകളിൽ നിന്നും ഊർന്ന് താഴേക്ക് വീഴാനൊരുങ്ങിയ കണ്ണുനീർ തുള്ളികളെ അവൻ്റെ വിരലുകൾ കൊണ്ട് പതിയെ തുടച്ചെടുത്തു. നമുക്കിടയിൽ എന്തിനാടോ ഈ നന്ദി പറച്ചിലൊക്കെ? ഇനിയെങ്കിലും നിന്റെ ഈ കണ്ണുകൾ ഒരിക്കൽ പോലും നിറയാണ്ടിരുന്നാൽ മാത്രം മതി എനിക്ക്. അവനെ നോക്കി അവളൊന്ന് പുഞ്ചിരിച്ചു. അല്ലുമോൾ എവിടെ ആദിയേട്ടാ? എനിക്ക് എൻ്റെ കുഞ്ഞിനോട് ഒരുപാട് സംസാരിക്കാനുണ്ട്. അവൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ എനിക്ക് മതിയോരോളം പറഞ്ഞു കൊടുക്കണം. ആനയുടെയും പൂച്ചയുടെയും പാട്ടുകളൊക്കെ അവൾ കേൾക്കെ എനിക്ക് ഉറക്കെ പാടണം. അവളുടെ അമ്മയ്ക്ക് സംസാരിക്കാൻ കഴിയുമെന്ന് എൻ്റെ കുഞ്ഞിനെ എനിക്ക് അറിയിക്കണം ആദിയേട്ടാ. ഗൗരിയുടെ കണ്ണുകളിൽ അന്നേരം നിഴലിച്ചു വന്നത് ഒരു അമ്മയുടെ വാത്സല്യത്തിൻ്റെ തിടുക്കമായിരുന്നെന്ന് അവനും തിരിച്ചറിയുന്ന നിമിഷമായിരുന്നു അത്. അധികം താമസിയാതെ ഗൗരിയെ കാണാൻ എല്ലാവരും അവളുടെ അടുത്തേക്ക് എത്താൻ തുടങ്ങി. പഴയതുപോലെ വീണ്ടും സംസാരിക്കാൻ തുടങ്ങുന്ന ഗൗരിയെ കാണാനുള്ള കൊതിയോടെ അവർക്ക് ചുറ്റും ഒരു സ്നേഹവലയം തീർത്തു നിന്നു. 2 മാസങ്ങൾക്കു ശേഷം ബാംഗ്ലൂരിലെ ഒരു വലിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ അവരെല്ലാം ഒത്തുചേർന്നു. വധു മിത്രയുടെ കഴുത്തിൽ വരൻ സിദ്ധാർത്ഥ് വരണമാലം ചാർത്തുമ്പോൾ രവിവർമ്മയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് ഈറനണിയുന്നുണ്ടായിരുന്നു. തനിക്കറിയാവുന്നവർ തന്നെ തൻ്റെ ബന്ധുക്കളായി വന്നതിൻ്റെ ആത്മനിർവൃതിയും ആ കണ്ണുനീരിനുള്ളിൽ ഒളിഞ്ഞു കിടന്നിരുന്നു. ആഘോഷങ്ങളും ചടങ്ങുകളും ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മിത്രയും സിദ്ധാർത്ഥും കയ്യിൽ പിടിച്ചിരുന്ന ബൊക്കെ കുറച്ചു നേരത്തേക്ക് അവർ ഇരിക്കുന്ന സോഫയ്ക്ക് മുകളിലേക്ക് വയ്ക്കുന്നത് കുട്ടിക്കുറുമ്പനായ അപ്പു കാണാനിടയായത്. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് എല്ലാവരുടെയും ശ്രദ്ധയെ ആകർഷിച്ചുകൊണ്ട് കൈകളിൽ ബൊക്കയും പിടിച്ച് അപ്പവും മല്ലവും കുഞ്ഞിക്കാലടികൾ വെച്ച് അവിടേക്ക് പതിയെ നടന്നു വരുന്നത് അവരെല്ലാം കാണാനിടയായത്. അവിടെ കൂടിയിരുന്നവർക്കെല്ലാം അതൊരു കൗതുകകരമായ കാഴ്ചയാകുന്നതോടൊപ്പം ആസ്വാദികരമായ ഒരു നിമിഷവുമായി അത് മാറുകയായിരുന്നു. എല്ലാവരും പൊട്ടിച്ചിരികൾ കൊണ്ട് അവരെ കീഴടക്കിയപ്പോൾ അവരുടെ ചെയ്തികൾക്ക് പുതിയൊരു പ്രതീക്ഷയുടെ ചിറകും മുളയ്ക്കുകയായിരുന്നു അന്നേരം.